അല്ല നമ്മളെവിടുക്കാ പോകുന്നത്? നിങ്ങൾ ലക്ഷദ്വീപ് പോവാണ്. ബാക്കി ഇൻഷാല്ലാ ലക്ഷദ്വീപ് പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ മുമ്പ് നമ്മൾ ലക്ഷദ്വീപ് പോയ വീഡിയോ ഉണ്ട്, അത് കാണുന്നല്ലേ. ഗോവയിലെ മനോഹർ ഇന്റർനാഷണൽ എയർപോർട്ടിലെ റൺവേയിലൂടെ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഫ്ലൈറ്റിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള ഇതാണ് നമ്മുടെ ഫ്ലൈറ്റ്. അപ്പം ഇനി നമ്മൾ ഈ ഫ്ലൈറ്റിൽ കയറാൻ പോവുകയാണ്. 7:15 നമ്മുടെ ഫ്ലൈറ്റ് ഉള്ളത്. അങ്ങനെ അറബിക്കടലിന് മുകളിലൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഏകദേശം നമുക്ക് ലാൻഡ് ചെയ്യാൻ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അഗത്തി ദ്വീപിൽ മൊത്തം കടലിന്റെ നടുക്കാണ് നമ്മളുടെ ഫ്ലൈറ്റ് ഇറങ്ങാൻ പോകുന്നത്. ഇതൊരു കുഞ്ഞു ഫ്ലൈറ്റാണ്. സൂര്യപ്രകാശം അടിച്ചിട്ട് അപ്പൊ അങ്ങനെ ലാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാ ലാൻഡ് ചെയ്തു. ഇനി ഇവിടുത്തെ ഫോർമാലിറ്റീസൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ പുറത്തേക്ക് കിടക്കണം. അകത്തിൽ ഞാൻ പലതവണ വന്നിട്ടുണ്ട്, ഫ്ലൈറ്റിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇനി നമുക്ക് പുറത്തിറങ്ങുക. അപ്പൊ ഞങ്ങൾ ഇറങ്ങുകയാണ്. അമ്മേ നമ്മളെവിടെ എത്തി? ഞങ്ങൾ അങ്ങനെ അഗത്തിയിലെത്തിക്കുന്നു. ഈ എയർപോർട്ടിന് 3 ഭാഗം കടല. ആ ഭാഗം കടലാണ്, ഈ ഭാഗം കടലാണ്, മറ്റേ ഭാഗവും കടലാണ്. ഇവിടുന്ന് റൺവേയിലൂടെ നമ്മൾ നടന്നിട്ടാണ് നമ്മളെ അറൈവൽ ഹാളിലേക്ക് പോവുക. അങ്ങനെയാണ് ഈ ഒരു എയർപോർട്ടിലുള്ളത്. ഇവിടെ ബസ്സും കാര്യങ്ങളൊന്നുമില്ല. ഫ്ലൈറ്റ് ഇറങ്ങിയാൽ പിന്നെ 2 മിനിറ്റ് അറൈവൽ ഹാളിലേക്കുള്ളൂ നടക്കാൻ. അവിടുന്ന് ഇങ്ങോട്ടേക്ക് വന്ന് നേരെ ഇതാണ് അറൈവൽ ഹാള്. ഇനി വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പൊ ഞങ്ങളെ ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇത് ഫരീരുദ്ദീന്റെ ഇലക്ട്രിക് വണ്ടിയാണ്, എന്റെ സുഹൃത്താണ്. ഇതാണ് ഫരീരുദ്ദീൻ. അപ്പൊ അകത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, വണ്ടിയൊക്കെ ഞാൻ അറേഞ്ച് ചെയ്ത് തരാം. അപ്പൊ ഞങ്ങള് ഇവിടുത്തെ അഗത്തി ദ്വീപിലൂടെ അങ്ങനെ നമ്മുടെ റൂമിലേക്ക് പോവുകയാണ്. ഞാൻ മുമ്പ് എന്റെ വിശദമായ എപ്പിസോഡ് ഇട്ടിരുന്നു, പക്ഷെ ഇപ്രാവശ്യം ജസ്റ്റ് ഒന്ന് വന്നപ്പോ ഒന്ന് വീഡിയോ എടുത്തു എന്നുള്ളൂ. അപ്പൊ ഇനി അങ്ങനെ ഓരോന്നും നിങ്ങൾ അങ്ങനെ കാണുക. അപ്പൊ ഇതാണ് നമ്മുടെ ലഗേജ്, ഇതാണ് നമ്മൾ താമസിക്കുന്ന വീട്. ദ്വീപിൽ മാത്രം കാണുന്ന കുറച്ച് സ്പെഷ്യൽ പരിപാടികളാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ലക്ഷദ്വീപിലെ അഗത്തിയിലാണ് ഞാനുള്ളത്. ഇവിടെ ഈ യാത്രക്കാർക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് കുടിക്കുന്ന വെള്ളം വെച്ച് കാണാം നമുക്ക്. ഇതാണത്, ഉണ്ടല്ലേ? ഇതൊരു കടയാണ്, ഇതിങ്ങനെ റോഡാണ്. ഇവിടെ മരങ്ങൾക്കുണ്ടല്ലേ, ഇപ്പോഴത്തെ നമ്മളെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ആയ ശേഷം എല്ലാ ദ്വീപിലെ മരങ്ങൾക്കും ഇങ്ങനെ കളറാക്കിയിരിക്കുകയാണ്. ഇവിടെ കൂടുതലും ബൈക്കുകളാണ്. തെങ്ങുകൾ ഇഷ്ടംപോലെ ഉണ്ടല്ലേ, ഒക്കെ തെങ്ങുകളാണ്. തെങ്ങുകൾ ഉള്ള നാടാണ്. നമ്മൾ റൂമിൽ കയറി ലഗേജൊക്കെ വെച്ച് റെസ്റ്റ് എടുത്ത് ഇനി കംപ്ലീറ്റ് ഫരീദുദ്ദീന്റെ വണ്ടിയിൽ അങ്ങനെ കറങ്ങി കാണുകയാണ്. അപ്പൊ ഇവിടുത്തെ ഓരോ സംഭവങ്ങളും നമുക്ക് അങ്ങനെ കണ്ട് ഇനി രാത്രി റൂമിലേക്ക് ഉറങ്ങാൻ പോകും. ഇതാണ് അഗത്തി ദ്വീപിലുള്ള അന്താൻ ബീച്ച്. അപ്പൊ അതിന്റെ പരിസരമൊക്കെ നമുക്ക് കാണാം.
Yes, you try. Yes. 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 അരി മോളിൽ കയറി. മുകളിലെ കയറുണ്ട്, മുകളിലെ കയറിൽ പിടി, കയറി പിടി. ഓക്കെ. നീ കയറി നിൽക്ക്. കയറോടെ പിടിക്കടാ, പിടിച്ചിട്ട് കയറി നിൽക്ക്. യെസ്. ഈ വായ പിടിച്ചാൽ പൂട്ടി പൂട്ടി പിടിക്കണമെന്നില്ല. ആ കയറ്. ആ ഇനി അങ്ങനെ നടക്ക്. ആ നടക്ക് നടക്ക് നടക്ക്. ആ പോട്ടെ പോട്ടെ പോട്ടെ, അച്ഛൻ വരെ പോട്ടെ, താഴൂല. കയറുണ്ടായി നന്നായി, വെറുതെ അവിടെ കയറ് വെച്ചിട്ടുണ്ട്. ബാഗ് എടുത്തോ ചെയ്യാതെ. ഈ തെങ്ങിന്റെ കളർ കണ്ടോ? ഇവിടെ ദ്വീപ് നിവാസികളൊക്കെ വന്നിരിക്കുന്നുണ്ട്, കുടുംബങ്ങളൊക്കെ. ഇവിടെ ചായ കുടിച്ചിട്ട് മീശോ കിട്ടിട്ടുണ്ട് ഇവര്. അപ്പൊ ഞങ്ങളൊരു കട്ട്ലറ്റ് വെക്കണം ഇവിടുന്ന്. ഭയങ്കര അഡ്വഞ്ചർ ആട്ടോ അത്. അതിൽ കയറുന്ന ബാലൻസ്. ഫോട്ടോ നമ്മളെ ലക്ഷദ്വീപിൽ നല്ല ഫ്രഷ് മീര കിട്ടും. അപ്പോൾ അദ്ദേഹം അതിൻ്റെ മുകളിൽ കയറാണ്. പിന്നെ ഇറങ്ങി വരുമ്പോൾ ഇൻഷാ അല്ലാഹ് ഞങ്ങളൊരു കുപ്പി വാങ്ങി കുടിക്കും. ഇത് രാവിലെ വെച്ചതാ? എത്ര മണിക്ക്? 7 മണിക്കല്ലേ? ഇനി അതിൽ നിറക്കും.
ഞാൻ പാത്രം വെക്കും കണ്ടോ. ഞാൻ പാത്രം നിറയും, രാവിലെ എടുക്കും, പിന്നെ രാവിലെ വെക്കും, വൈകുന്നേരം എടുക്കും. നാട്ടിൽ കുറവാണത്. ഞാൻ പിടിക്കണോ? പോയാ മതി ആ ബീച്ചിൽ. വണ്ടി നടക്കി മീരാണോ? മീര മറ്റേ തെങ്ങിന്ന് കിട്ടുന്നല്ലേ? ഹലോ ഹലോ കുഴപ്പമില്ല. അടപ്പ് ഊരിട്ടല്ലേ? ആലിയാഭട്ടിന്റെ വീഡിയോ എടുക്കാം. പക്ഷെ ആൽക്കഹോളിക് കണ്ടോ എത്ര ചാർജ് ഉണ്ടെങ്കിൽ തന്നാ മതി, ഇല്ലെങ്കിലും ഉണ്ട്. ഇന്ന് ഇപ്പൊ ഫ്രഷ് അല്ലേ? കണ്ടില്ലേ? ഞാൻ ഇത് രാവിലെ വെച്ചത്, ഇനി രാവിലെ എടുക്കും. ഗ്ലാസ് ഉണ്ട് നിങ്ങളുടെ അടുത്ത്? പിന്നെ 6 മണിയാകുമ്പോ അവിടെ പോലെ ഗ്ലാസ് ഇതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ തണുപ്പിച്ച് കുടിച്ചൂടെ? കേടാവില്ലല്ലോ? അടപ്പ് ഊരി വെച്ചിട്ട് പിടിച്ച. അപ്പൊ ഞാന് അഗത്തിയിലത്തെ ഫ്രഷ് മീര ഇപ്പൊ ലൈവായിട്ടുള്ളത് കുറച്ച് കുടിക്കാണ്. അടിപൊളിയാണ്. ഇത് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഇതിന്റെ അടപ്പ് ഊരി വെക്കണം, അല്ലെങ്കിൽ ഇത് രാവിലത്തേക്ക് വെച്ചാൽ ഇത് പൂസായിക്കും, നമുക്ക് ഹറാമാണ്. അപ്പൊ അകത്തിയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇതാ പുള്ളിക്കാരൻ കണ്ടാൽ മതി. പിന്നെ അന്താം ബീച്ചിന്റെ അടുത്താണുള്ളത് സാധനം. ഖാലിദ് സാഹിബ്. അങ്ങനെ ഫ്രഷ് മീര ഒടിച്ചിട്ട് പോവാണ്. ഇപ്പൊ ഈ റോഡിന്റെ ലെഫ്റ്റ് സൈഡിലും കടലാണ്, ഈ റൈറ്റ് സൈഡിലും ഉണ്ടല്ലോ ഇതും കടലാണ്. ഇത് എയർപോർട്ടിന്റെ ഒരു ഭാഗത്താണ് ഇപ്പൊ ഉള്ളത്. അപ്പൊ ഇനി അങ്ങനെ പോവാണ്, ഞങ്ങളുടെ അടുത്ത ലൊക്കേഷനിലേക്ക് കാണാൻ പോവാണ്. ഈ പരിസരത്ത് ഫ്ലൈറ്റ് വരുന്ന സമയത്ത് നോക്കിയാൽ നമുക്ക് ഇങ്ങനെ താഴ്ന്ന് ഫ്ലൈറ്റ് ഇങ്ങനെ ഇറങ്ങുന്ന കാണുന്ന ഒരു ഭാഗമാണ് ഈ ഒരു ഭാഗം. ഈ മീര ഈ അഗത്തിയിലാണ് ഏറ്റവും കൂടുതലുള്ളത്. അത് നമുക്ക് പിന്നെ ഒരു മെഡിസിനാണ്. വയറൊക്കെ നല്ല ശുദ്ധീകരിച്ച് നല്ല ഉഷാറായി കിട്ടും, ലൈറ്റ് മധുരം ഉണ്ടാവും. അതിവിടെ ഇവര് പിന്നെ ശർക്കര ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന 1 കിലോ ഈ ഇതിന്റെ ഇത് കുറുക്കി ശർക്കര ഉണ്ടാക്കുക. അതിന് 1 കിലോന് പിന്നെ ഏകദേശം 1300 രൂപയാണ് വില. ഇതെന്താ സാധനം വെച്ച് കഴിഞ്ഞാല് ഇതിന് യാതൊരു ചെലവുമില്ല. ഇത്
ചില സൈഡിൽ റോഡരികിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. ഇതിലിവിടുത്തെ ഇവരെ വെറ്റിലടക്ക മുറുക്ക് സാധനം ഉണ്ടല്ലോ, അത് ആളുകൾക്ക് ആവശ്യക്കാർക്ക് അത് എടുക്കുക, എന്നിട്ട് അതിൽ ഗൂഗിൾ പേ വേണ്ടവർക്ക് അതിൽ ഗൂഗിൾ പേ ചെയ്യുക, അല്ലാത്തവർക്ക് അതിൽ ക്യാഷ് അതിലിടാം. പിന്നെ സെൽഫ് സർവീസാണ്. അതേപോലെ മീനച്ചാറുണ്ട്, മീനച്ചാറ് വേണ്ടവർക്ക് അതും എടുക്കുക, അതിനും പിന്നെ സെൽഫ് സർവീസാണ്. ക്യാഷ് ആ പാത്രത്തിൽ ഇട്ട് ചെയ്യുക. ഇതുണ്ടല്ലോ, ഇതിന് വിലയൊക്കെ എഴുതി വെച്ചിരിക്കുന്നു. ഇത് 150 രൂപ. ഇത് തുറന്നിട്ട് അതിലിട്ടു. ഇതിലിപ്പോൾ 2 പാക്കറ്റ് ഉണ്ട്. പാക്കറ്റിന് 10 രൂപയാണ് ചാർജ്. ഇത് ഞാൻ ലക്ഷദ്വീപിൽ മാത്രം കണ്ടിട്ടുള്ളൂ, വേറെ എവിടെയും ഇങ്ങനെ ഇത്രയും വിശ്വാസകരമായിട്ട് വെച്ചിട്ടില്ല. ഇതിങ്ങനെ റോഡ് സൈഡിൽ വെക്കുക ചെയ്യുക. ഒരുപാട് സ്ഥലങ്ങളിൽ ഈ സംഭവം ഉണ്ട്, ഈ അഗത്തിയിലും മറ്റുള്ള ദ്വീപിലും ഒക്കെ ഉണ്ട്. ഞാനിപ്പോൾ ഉള്ളത് അഗത്തിയിലെ വെസ്റ്റേൺ ജെട്ടിയിലാണ്. അപ്പോൾ അതിൻ്റെ പരിസരമൊക്കെ നമുക്ക് കാണാം. ഇതുപോലെ ഈസ്റ്റേൺ ജെട്ടി എന്ന് പറഞ്ഞ വേറെ സ്ഥലമുണ്ട്. ഇവിടെ കുട്ടികളൊക്കെ ഫുട്ബോൾ കളിക്കുന്നുണ്ടല്ലോ ആ ഭാഗത്ത്. ഇവിടെ വൈകിട്ടായി ആൾക്കാരൊക്കെ അവിടെ വന്നിട്ട് അങ്ങനെ ഇരുന്നിട്ട് സൊറ പറഞ്ഞിരിക്കുന്ന സ്ഥലമാണ്. പിന്നെ ഇതേപോലെ മറ്റേ വെസലിന് പോകുന്ന സമയത്ത് ഇവിടുന്ന് ബോട്ടിന് പോയിട്ട് വെസൽ കടലിനെ നടുക്ക് നിർത്തിയിട്ടുണ്ടാവും, അതിലങ്ങോട്ടേക്ക് കയറും. ഇവിടെ നിന്നാണ് മുമ്പ് ഞാൻ മീൻ ഒന്നായിട്ട് പിടിച്ചിട്ടുള്ള ഒരു വീഡിയോ മുമ്പ് ഇറക്കിയിരുന്നു ഞാൻ. സൂര്യൻ അസ്തമിച്ചോണ്ടിരിക്കുകയാണ് ഉണ്ടല്ലേ. ഇതാണ് ബോട്ട്. ഈ ബോട്ടിലാണ് യാത്രക്കാർ അങ്ങോട്ട് പോവുക. ഇവിടെ കുറെ കൂടാരങ്ങളുണ്ടല്ലേ. ഇവിടെ ഒരു ലക്ഷറി കപ്പൽ വരലുണ്ട് ആഴ്ചയിൽ ഒരു ദിവസം. അപ്പൊ അവര് ഇന്ത്യയിലുള്ള പല സംസ്ഥാനങ്ങളിലുള്ളവരുണ്ട്. അവർക്കുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്താണ് കൂടുതലും ചെയ്യാറുള്ളത്. അതായത് ലക്ഷദ്വീപിന്റെ തനതായ കുറെ കളികളും കാര്യങ്ങളൊക്കെ. ഇവിടെ കുറെ ഫുട്ബോൾ കളി നടക്കുന്നുണ്ടല്ലേ. കണ്ടമാനം ബൈക്ക് നിർത്തിയിട്ടിരിക്കുന്നത്, അതാണ് കളി നടക്കുന്ന ഭാഗം. ഇപ്പൊ ഇവിടെ എന്താ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ, ബൈക്ക് നിർത്തിയിട്ട് കഴിഞ്ഞാൽ ബൈക്കിന്റെ മുകളിൽ തന്നെ താക്കോൽ ഉണ്ടാകുക. താക്കോൽ ഇവർ പോക്കറ്റിൽ വെക്കൂല. അത് ഞാൻ മുമ്പ് ഒരു ദിവസം വീഡിയോ കാണിച്ചിരുന്നു. കാരണം അങ്ങനെയാണ് ഇവിടെയുള്ള അവസ്ഥ. ഇവിടുത്തെ ബൈക്കുകളൊക്കെ പെട്ടെന്ന് കേടുവരും. കാരണം കടലിനോട് ബന്ധപ്പെട്ടിട്ട് നിന്നിട്ട് അതിന്റെ ഉപ്പിന്റെ കാറ്റ് തട്ടിയിട്ടും ഉപ്പിന്റെ അംശം ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തുരുമ്പടിക്കും. പൊതുവെ എല്ലാവരുടെ ബൈക്ക് ഉണ്ടാവും. ഇവിടെ സൈക്കിളും ഇവിടെ കുട്ടികൾ ഉപയോഗിക്കുന്നുണ്ട്. സ്കൂളിലൊക്കെ പോകുമ്പോൾ കുട്ടികളൊക്കെ സൈക്കിളാണ് ഉപയോഗിക്കുക. കാരണം ഈ ഒരു 3-4 കിലോമീറ്റർ ചുറ്റളവിലല്ലേ ഇവിടെ ആകെ ഉള്ളത്. അപ്പൊ ഇതൊക്കെ സൈക്കിളുകളാണ്. കുട്ടികൾക്ക് ഗവൺമെന്റ് ഒക്കെ ഇവിടെ സൈക്കിൾ കൊടുത്തിരുന്നു മുമ്പ്, ഇപ്പൊ കൊടുക്കുന്നുണ്ടോ അറിയില്ല. ഇതിലെ ഇങ്ങനെ പോകുമ്പോ കണ്ടില്ല കുറെ ആൾക്കാർ വട്ടം കൂടിയിരിക്കുന്നത്, അത് ഇവിടുത്തെ സ്ത്രീകളാണ്. ഇവിടുത്തെ അയൽവാസികൾ എല്ലാവരും കൂടിയിട്ട് വൈകുന്നേരം ഒരു സൊറ പറഞ്ഞിരിക്കലുണ്ട്. അതേപോലെ ആ വയസ്സായ പുരുഷന്മാരും ഇരിക്കാറുണ്ട്. ഇത് ഇവിടുത്തെ വേറൊരു പ്രസിദ്ധമായ ബീച്ചാണ്. ഇങ്ങനത്തെ 1-2 ബീച്ചുകൾ ഈ പരിസരത്തുണ്ട് അഗത്തിയില്. ഇതാണ് അഗത്തിയിലെ ലഗൂൺ ബീച്ച്. എല്ലാ ദ്വീപിലും ഓരോ പിന്നെ എന്താ പറയാ വിളക്കുമാടം എന്നറിയില്ലേ, അതുണ്ടാവും. അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള റഡാറാണ് കാണുന്നത്. ആകാം ഉണ്ടല്ലേ. വിളക്കുമാടം എന്ന് പറഞ്ഞാൽ നമ്മളെ ലൈറ്റ് ഹൗസ്, അത് അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള സാധനമാണ് അത്. റഡാർ. ഇവിടെ 2 തൂണ് കണ്ടില്ല, അതായത് 2 തൂണുകൾ. ഈ 2 തൂണുകളുടെ ഇടയിൽ കൂടിയാണ് ബോട്ടുകൾ പോവുക. ഇപ്പൊ സമയം 6:15. ഇത് കണ്ടില്ലേ, പച്ച കളറുള്ള വെള്ളം. ചില സമയത്ത് നീല കളറാവും. ഇത്രയും ക്രിസ്റ്റൽ ക്ലിയർ ആണ് കാണാൻ, കണ്ടില്ലേ. ഇവിടെ ചെറിയൊരു കഫ്തീരുണ്ട്. ഇവിടെ നല്ല കട്ട്ലറ്റ് ഒക്കെ കിട്ടും. ഈ നിവാസികൾ ഇവിടെ വന്നിരുന്നിട്ട് ചായ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വൈകുന്നേരത്തെ ഒരു സ്നാക്ക്, പിന്നെ അതുപോലെ ടൂറിസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ അവരൊന്ന് കാറ്റുകൊള്ളാൻ വരും ഈ ഒരു പരിസരത്ത്. ഇപ്പൊ ഞങ്ങൾ പോവുകയാണ്. ബാങ്ക് കൊടുക്കുന്നുണ്ട്.
അവിടെ കുറെ പള്ളികളുണ്ട്. മഴക്കാലത്താ ഓഫ് സീസണില് ഇവിടെ ഒരു വലിയൊരു ഒരു ഉണ്ടല്ലോ, ടാങ്ക് പോലത്തെ. അതായത് കപ്പലും വെസലൊക്കെ വരുന്ന സമയത്ത് ഇതുമ്മ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ അതിന്റെ മുകളിൽ വന്നിട്ടാ തട്ട്. പിന്നെ അതിന്റെ മുകളിൽ നിന്ന് കോണി വെച്ചിട്ട് ഇതിലേക്ക് ഇറങ്ങും. ഇതാണ് ഇവിടുത്തെ ഈസ്റ്റേൺ ജെട്ടി. കണ്ടില്ലേ ഈ ഒരു പരിസരത്ത്. ഇവിടുന്നും പിന്നെ ബോട്ടും കാര്യങ്ങളൊക്കെ മറ്റേ വെസലിനും ഒക്കെ യാത്ര പുറപ്പെടാറുണ്ട് ഭാഗത്തുനിന്ന്. അപ്പൊ വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ ആളുകൾ വന്ന് ഇരിക്കും. സൊറ പറഞ്ഞിരിക്കുന്ന സമയമാണ്. ലൈറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. ഇതുണ്ടല്ലോ, ഇതാണ് ആ സാധനം. ആവുമ്പോ തട്ടിയിട്ട് അവിടെ നിൽക്കും. ഇതുമ്പോ നമ്മുടെ ഈ കപ്പലിന്റെ സൈഡ് ഈ കെട്ടുമ്പോ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ചില സ്ഥലങ്ങളിൽ നമ്മളെ കൊച്ചിയിലൊക്കെ ഒരു ഇരുമ്പിന്റെ ഒരു വലിയൊരു സാധനം ആവുമ്പോ വന്നിട്ട് ഇങ്ങനെ ജാമായിട്ട് വന്ന് നിൽക്കുക ചെയ്യുക. അതാണ് കര. പിന്നെ ദ്വീപിന്റെ ഒരു ഭാഗമാണ്. ഈ ഒരു ഭാഗത്താണ് വെള്ളം ട്രീറ്റ്മെന്റ് ചെയ്യുന്ന സ്ഥലം. NIOT എന്ന് പറയുമ്പോൾ ഇവിടുത്തെ കുടിവെള്ളം ശുദ്ധീകരിക്കുന്ന. മുമ്പ് അതിന്റെ ഒരു വീഡിയോ ഞാൻ ഇറക്കിയിരുന്നു. അകത്തിയിൽ തന്നെ അത് കടലിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്തിട്ട് ഇവിടുന്ന് ശുദ്ധീകരിച്ചിട്ട് കുടിവെള്ളമായിട്ട് ഈ നിവാസികൾക്കൊക്കെ എത്തിച്ചെടുക്കുന്ന ഒരു പ്ലാന്റാണിത്. വെസലിന്റെ ഒക്കെ ടിക്കറ്റ് കൊടുക്കുന്ന ഓഫീസാണിത്, ഈ ഒരു ഭാഗം. ഇതാണ് ഇവിടുത്തെ ടർഫ്. മുമ്പില്ലായിരുന്നു, ഇത് പുതിയ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇന്ന് രാത്രി ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് ഞങ്ങളെ ഫരീരുദ്ദീന്റെ വീട്ടിലാണ്. ലക്ഷദ്വീപ് ഭക്ഷണം. അവൻ്റെ ഞങ്ങൾക്ക് പാർട്ടിയാണെന്ന്. ഇവിടെ ചെറിയ കഫ്തീരിയ ഒക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ റൂമൊക്കെ ഉണ്ടാക്കിയിട്ട് ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് അങ്ങോട്ടേക്ക് പോകും. ഏകദേശം 8:30 മണിയോട് ബന്ധപ്പെട്ട്. ഇപ്പൊ ഞങ്ങള് ഫരീരുദ്ദീന്റെ വീട്ടിലേക്ക് പോവാണ്. അവിടുന്ന് കുറച്ച് ദൂരമുള്ളൂ. അപ്പൊ ഏകദേശം അവന്റെ വീട് എത്താനായിട്ടുണ്ട്. പിന്നെ ഇവിടെ ഭാര്യ വീട്ടിലാണ് ഭർത്താവ് നിൽക്കുക. ഇവിടുത്തെ സിസ്റ്റം അങ്ങനെയാണ്. ഇവൻ ആന്ധ്രോത്ത് ദ്വീപുകാരനാണ്. അവൻ കല്യാണം കഴിച്ചത് അഗത്തിയിൽ നിന്നാണ്. അപ്പൊ അഗത്തിയിലാണ് അവന് താമസം. അവന്റെ വീട്ടില് പിന്നെ അവന്റെ പെങ്ങന്മാരെ അടുത്തേക്ക് അവന്റെ വീട്ടിൽ അവന്റെ അളിയന്മാര് താമസിക്കും. അങ്ങനെയാണ് ഇവിടുത്തെ ഈ ദ്വീപ് നിവാസികളുടെ സിസ്റ്റം. അങ്ങനെയാണ്, കുറെ മുമ്പ് തന്നെ ഉള്ളതാണ്. അപ്പൊ നമ്മളെ വണ്ടി പാർക്കിങ്ങിൽ ഇടാൻ പോവാണ്. അപ്പൊ അവന്റെ വീടൊന്നും ഞാൻ കാണിക്കുന്നില്ല. ഇത് അവരെ പിന്നെ ഭക്ഷണങ്ങളാണ്. പല ദ്വീപ് ഐറ്റംസ് സൂപ്പറാണ്. നെയ്ച്ചോറും കോഴിക്കറിയും മീൻ പൊരിച്ചതും ഒക്കെ നല്ല വിഭവ സമൃദ്ധം തന്നെ ആയിരുന്നു. ഞാനിപ്പോൾ ലക്ഷദ്വീപിലെ അഗത്തിയിലാണ്. രാവിലെ പുലർച്ചെ 5:35 പള്ളി പോകുന്ന സമയമാണ്. ഇവിടുത്തെ കടേന്റെ പുറത്തൊക്കെ സാധനങ്ങൾ അങ്ങനെ വെക്കും. കടന്റെ അകത്ത് വെക്കണമെന്നില്ല. ഇവിടെ കള്ളന്മാരില്ലാത്ത സ്ഥലമാണെന്ന് പറയുന്നത്. അപ്പൊ അതൊന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോ കട പൂട്ടിയിട്ടൊക്കെയാണ്. ഇതൊരു ഹാർഡ്വെയർ ഷോപ്പാണ്. എന്റെ സാധനങ്ങളൊക്കെ പുറത്താണ്. കണ്ടില്ലേ, ഇതാണ്. തെങ്ങിനൊക്കെ പെയിന്റ് അടിച്ചിട്ടുണ്ടല്ലേ. ഇവിടുത്തെ ഒരു ചെറിയ റെസ്റ്റോറന്റ് ആണ്. ഹോട്ടൽ അറേബ്യൻ നൈറ്റ്, അഗത്തി ഐലൻഡ്. മുമ്പ് ഞാൻ വന്ന സമയത്ത് നിലമൊക്കെ മണലായിരുന്നു. ഇപ്പൊ ടൈൽസ് ഒക്കെ ഇട്ടിരിക്കുന്നു. എല്ലാവരും ഒന്ന് ലക്ഷദ്വീപിൽ ഒരു തവണയെങ്കിലും ഒന്ന്
ഏതെങ്കിലും ഒരു ദ്വീപെങ്കിലും ഒന്ന് കാണണം. ഇതൊരു ജംഗ്ഷനാണ്. ഇവിടെ പെട്രോൾ കൊടുക്കുന്ന സ്ഥലം. ഇത് വേറൊരു ഷോപ്പിന്റെ പുറംഭാഗമാണ്. കുക്കറൊക്കെ പുറത്ത് വെച്ചിട്ടുണ്ടല്ലേ. ഇത് വേറൊരു ഷോപ്പിന്റെ ഫ്രണ്ട് ഭാഗം. കുറച്ച് കന്നാസൊക്കെ വെച്ചിരിക്കുന്നു. ഇവിടുത്തെ ഒരു സ്കൂളാണ്. ഇത് ഞാൻ മുമ്പ് കാണിച്ചിരുന്നു ഈ സ്കൂളൊക്കെ. ഇതിന്റെ ഫ്രണ്ടില് സ്കൂള് തുറക്കുന്നതിനോട് ബന്ധപ്പെട്ടിട്ട് പിന്നെ സൈക്കിളുകൾ ഒരുപാടുണ്ടാവും. പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ സൈക്കിളുമേലാണ് ഇവിടെ വരിക. ബാങ്ക് കൊടുക്കുന്നുണ്ട്, സുബഹി ബാങ്ക്. ഇത് ബെഡൊക്കെ വെക്കുന്ന ഷോപ്പാണ്. ഉണ്ടല്ലേ. ഇതാണ് ലക്ഷദ്വീപിലെ രാവിലത്തെ അവസ്ഥ. ഇവിടെ ഉപ്പുവെള്ളമാണല്ലോ, അപ്പൊ പല സ്ഥലങ്ങളിലും ഇവര് ഫ്രീ ആയിട്ട് കുടിവെള്ളം എന്ന സ്ഥലത്ത് വെക്കാറുണ്ട്. ചന്ദ്രൻ അതാ കാണുന്നു. ഈ ബാക്കി വിശേഷങ്ങൾ നമുക്ക് പിന്നെ കാണാം. ഞാൻ പള്ളിയിലേക്ക് കയറാന് ഈ പ്ലാസ്റ്റിക് ചവിട്ടിന്റെ മുകളിലൊരു തുണി പോലത്തെ ഒരു കട്ടിയുള്ള വെച്ചിരിക്കുന്നത്, വെള്ളം ഉള്ളിലേക്ക് കയറാതിരിക്കാൻ. കാരണം ഇത് കംപ്ലീറ്റ് ടൈൽസ് ആണ്, അല്ലെങ്കിൽ നമ്മള് സ്ലിപ്പ് ഇത് വീണു. ഇപ്പം ഇവിടെ വിശ്വാസികളൊക്കെ നമസ്കാരത്തിന് എത്തിയിട്ടുണ്ട്. ഇത് ജബ്ബാർ സാഹിബ്, പുള്ളിക്കാരന്റെ പുതിയ വീട്ടിലാണ് ഞാൻ ഫാമിലിയും താമസിക്കുന്നത്. ഇത് ജബ്ബാർ സാഹിബിന്റെ ജ്യേഷ്ഠനും മറ്റുള്ള സുഹൃത്തുക്കളും ഇവരൊക്കെ പള്ളിയിൽ വന്നതാണ്. അഗത്തിയിലെ നഴ്സറി സ്കൂൾ ഒന്ന് കാണാൻ നമുക്ക്. നല്ല കളർഫുൾ ആയിട്ടുള്ളതാ. ഈ കുട്ടികളുടെ ഊഞ്ഞാലുകൾ കാണാം നമുക്ക്. കണ്ടില്ലേ? അമലിന് ഈ സ്കൂളിൽ പോണോ? വേണ്ട. കുറെ സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കളിക്കുന്നത്. പോണോ? വേണ്ട. സൂപ്പറായിരിക്കുന്നല്ലേ. ഇവിടുത്തെ തെങ്ങൊക്കെ കണ്ടോ? തെങ്ങ റോഡ്. ഇവിടെ കൂടുതലും ബൈക്കുകളാണുള്ളത്. ലക്ഷദ്വീപിലെ അഗത്തി അല്ലേ? എവിടെയാണ് അഗത്തി? ലക്ഷദ്വീപിലെ മുജാഹിദ് സംഘടനയുടെ പള്ളിയാണിത്. ഇവിടുത്തെ പാർട്ടി ഓഫീസ് കാണിച്ചു തരാൻ. ഇത് റോഡ് ഇങ്ങനെ വന്ന് ഇതാണ് പാർട്ടി ഓഫീസ്, DYFI. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് വേറെ ഒന്നും കൂടി ഉണ്ട്. എന്താണ്? നിറം സ്റ്റുഡിയോ അഗത്തി. സമരമുഖത്തേക്ക് LS. ഈ കമ്പിയൊക്കെ നാട്ടിൽ നിന്ന് വരുന്നതാണ്. ഇവിടെ കോഴിക്കച്ചവടം എങ്ങനെയാണ്? എൻ്റെ റോഡ് സൈഡിലാണ് കോഴിക്കച്ചവടം, ഓപ്പൺ സ്ഥലത്ത്. കോഴി എന്താ വില? കിലോ 200 രൂപ. ജീവനോടെ? മറ്റേതാണെങ്കിലോ? മറ്റേ ഡ്രസ്സിങ് കഴിഞ്ഞാല് 240 രൂപ. 40 രൂപ. ഇത് കേരളത്തിൽ നിന്ന് വരുന്ന കോഴിയാ? ഇല്ല, ഇവിടെ ഉത്പാദിപ്പിച്ച് ഇവിടെ മുട്ട കേരളത്തിന് കൊണ്ടുവന്നിട്ട് അവിടെ വിരിപ്പിക്കുന്നത്. ഇവിടെ മെഷീനിലൂടെ വിരിപ്പിച്ച് അത് നമ്മള് വളർത്തിയെടുത്തിട്ട് പിന്നെ അതിന്റെ ഭക്ഷണ സാധനം എല്ലാം കേരളത്തിൽ നിന്നാണ്. ശരി. കച്ചവടമൊക്കെ ഉണ്ടോ? കച്ചവടമൊക്കെ ഉണ്ടോ? പോകുന്നുണ്ട്, കുഴപ്പമില്ല. അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ.
നമ്മളെവിടെ അതെല്ലാം നമ്മള് പെരിന്തൽമണ്ണ, മലപ്പുറം ജില്ലയില് പെരിന്തൽമണ്ണ എന്ന സ്ഥലത്താണ്. അഗത്തിദ്വീപില് പെട്രോൾ വിതരണം എങ്ങനെ നമുക്ക് കാണാൻ പറ്റും? ഇവിടെ പെട്രോൾ പമ്പില്ല. ഇവിടെ ഇങ്ങനെ ബാരലിൽ വരിക ചെയ്യുക. ബാരൽ വന്നിട്ട് ഇവർക്ക് റേഷനാണ്. നമ്മളായിട്ട് റേഷൻ പോലെ ഒരാൾക്ക് ഇത്രയെന്ന് കണക്കുണ്ട്. അത് വെച്ചിട്ട് ഒരു കൊടുക്കും. അപ്പൊ അതിന്റെ സ്ഥലമാണ് ഞാൻ ഇപ്പൊ കാണിക്കാൻ പോകുന്നത്. കണ്ടില്ലേ? ഇപ്പൊ പെട്രോൾ തീർന്നിക്കുന്നു. ഇവിടെ പെട്രോൾ തീർന്നതുകൊണ്ട് ഇനി പെട്രോൾ വരണം. വന്നു കഴിഞ്ഞ ശേഷമുള്ള ഇവിടെ സപ്ലൈ ചെയ്യാം. ഉണ്ടല്ലേ? ഇവിടെ അതിന്റെ ഈ പൈപ്പിൽ നിന്ന് അങ്ങനെ എടുത്തിട്ട് ഇവിടൊക്കെ കണ്ടില്ലേ? ഇതൊക്കെ കപ്പലിൽ വരണം. ഇവിടുത്തെ അളവ് പാത്രം ഞാൻ കാണിച്ചാൽ ഇതാണ് ഇവിടുത്തെ അളവ് പാത്രം. ഇതാ കാണുന്ന ഇത് ഉണ്ടോ? ഇതാണിത്. ഇത് നമ്മുടെ ബൈക്കിൽ പാർന്നു തരും. അതല്ലെങ്കിൽ നമ്മൾ കുപ്പി കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുപ്പിയിൽ നമുക്ക് ആക്കി തരും. ഇപ്പൊ 150 രൂപയായിട്ടാണ് ചാർജ്. ഈ കടയിൽ ഞാൻ മുമ്പ് പുലർച്ച കാണിച്ചിരുന്നത് ഇപ്പൊ തുറന്നു നിൽക്കുന്നുണ്ടല്ലേ? ഹാർഡ്വെയർ ഷോപ്പാണ്. ഇതിന്റെ ഓണറാ? അത് ശരിയാ. ഇത് രാത്രി ഇങ്ങനെ തുറന്നിട്ടു അല്ലേ? സാധനങ്ങളൊക്കെ തുറന്നു വെക്കും. കള്ളന്മാരൊന്നും കൊണ്ടുപോകില്ല. പോലല്ലേ? ഒക്കെ കോൺക്രീറ്റ് റോഡ് അത് കണ്ടില്ലേ? പെട്രോൾ പമ്പ് എപ്പോഴാ തുറക്കൽ? ക്ലോസ് ആയി. ലക്ഷദ്വീപിലെ നമുക്കൊരു ചായപ്പിടി ഹോട്ടൽ കാണാം. ഇവിടെ നല്ല രസമാണ്. ഇതാണ് മെയിൻ റോഡ്. അങ്ങനെ വന്നിട്ട് ഇത് ഇവിടെ മണൽ കണ്ടില്ലേ? ഇവിടെ കടികളൊക്കെ ഉണ്ട് കണ്ടില്ലേ? ഇവിടെയാണ് ചായ. ചായക്കറ്റലാണ്. ഇതില് വിറക് വെക്കും അല്ലേ? ഇത് ഡ്രമ്മ്. അതൊന്ന് പൊന്തിക്ക് നോട്ടെ. സുഗന്ധം പൊറോട്ടയൊക്കെ ഉണ്ടാക്കല്? ഉണ്ടാക്കി വെക്കും അല്ലേ? ഇതാണ് ഭക്ഷണം കഴിക്കുന്ന സ്ഥലം. ഞാൻ അവിടെ നിന്നാണ് പൊറോട്ട കഴിക്കുന്നത്. ഇത് മണൽ പൊറോട്ട, മീൻകറി. ഇവിടെ പൊറോട്ട അടിക്കില്ലല്ലേ? ഇവിടെയാണ് പൊറോട്ട അടി കറിയൊക്കെ ഉണ്ടാക്കല്. ഉള്ളിൽ കൂടി കാണാം. ഇത് ഡ്രമ്മിനെ പൗതിയാക്കിയതാണ്. ഇതൊക്കെ വലിയ ടയറുകളുണ്ടല്ലേ? ലക്ഷദ്വീപിൽ എന്തായാലും എന്ന് പറഞ്ഞു. ഇത് അഗത്തിദ്വീപിലാണ് ഉള്ളത്. അത് കുറച്ച് ബാരൽ കാണാം. അതൊക്കെ പെട്രോൾ ബാരലുകളാണ്.
ഇവിടെ ചായക്കടയില് പാട്ട് ഫ്രീ ആണ്. അതാണ് ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ പാട്ട് ഉള്ളത് സ്പീക്കറിൽ. ഇതാണ് എന്റെ സ്പോൺസർ സലാം ബൈ. ഇത് സിറാജ് സാഹിബ്, പുള്ളിക്കാരൻ നമ്മളെ സുഹൃത്താണ്. അങ്ങനെ ഫരീദുദ്ദീനോട് ഞങ്ങള് യാത്ര പറഞ്ഞ് നേരെ വെസലിൽ കയറാൻ പോവാണ്. ഇതാണ് വെസലിന്റെ ടിക്കറ്റ്. ഇനി പിന്നെ ഇവിടുത്തെ ബോട്ട് കയറണം. ഈ ബോട്ടിൽ നിന്ന് നമ്മുടെ വെസലിലേക്ക് കയറിയിട്ട് പിന്നെ വെസലിൽ നിന്ന് പിന്നെ അഗത്തിയിൽ നിന്ന് കവരത്തിയിലേക്ക് പോകും. ഇപ്പൊ ഇതാണ് ഇവിടുത്തെ ബോട്ടിലേക്ക് ആളുകൾ കയറാണ്. ഇത് കയറി ഇത് ഫുള്ളായി കഴിഞ്ഞ ശേഷം ഈ ബോട്ട് അങ്ങ് ദൂരെ നിർത്തിയിട്ടിട്ടുണ്ട് നമ്മുടെ വെസല്, അതിലേക്ക് കയറും. ഇപ്പൊ ഇത് ഫുള്ളായി കഴിഞ്ഞിട്ട് ഇത് തിരിച്ചു വരും. തിരിച്ചു വന്നിട്ട് വേണം എനിക്ക് പോകാൻ. അപ്പൊ നമ്മുടെ ഫരീദുദ്ദീന് ഇവിടെ നിൽക്കുന്നുണ്ട്. ഞങ്ങളെ പോയിട്ടുള്ള പുള്ളിക്കാരൻ പോവുക. ഇതാണ് വെസല്. അപ്പൊ ഇതിലേക്ക് ഇനി കയറണം. ഇതൊരു പിന്നെ ഒരു കടമ്പയാണ് ബോട്ടിൽ കയറുക എന്ന് പറഞ്ഞ സംഭവം. അപ്പൊ ഇനി നമുക്ക് അടുത്ത കാഴ്ചകള്, കവരത്തി ദ്വീപിലെ കാഴ്ചകളും വെസൽ കാഴ്ചകളൊക്കെ ആയിട്ട് ഞാൻ ഇനി അടുത്ത എപ്പിസോഡിൽ വരുന്നതാണ്. ബൈ. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമന്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.